ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതൊരു ആലപ്പുഴ സ്റ്റൈൽ മീൻകറിയാണ് ഞാൻ കാണിക്കുന്നത്. നേരത്തെ ഒരു മീൻകറി വെച്ചിട്ടുണ്ട്, അതൊരു ഷോർട്സ് കിടപ്പുണ്ട്. ഇത് വേറെ ഒരു തരത്തി മീൻകറി. അപ്പം അതിനാവശ്യമുള്ളത് കുറച്ച് കൊച്ചുള്ളി, പിന്നെ വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി എടുത്തെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഇപ്പോൾ ചുറ്റിച്ചിരി വെളിച്ചെണ്ണ ഒഴിക്കാം, അല്ലെങ്കിൽ ഗ്യാസിലല്ലേ വെക്കുന്നത്, അപ്പോൾ ചട്ടിയൊക്കെ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ടുണ്ട്. അപ്പം കുറച്ച് കടുക് ഇട്ടു, പിന്നെ ഒരു 4-5 ഉലുവയും കൂടി ഇട്ടു. അതും ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന കൊച്ചുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില അതൊന്ന് ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കഴിഞ്ഞാൽ അത് പെട്ടെന്നൊന്ന് വഴണ്ട് കിട്ടും. അപ്പം നമുക്ക് അതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോഴത്തേക്ക് അതിനുള്ള മിക്സ് മസാലകൾ, പിന്നെ ഞാൻ ഇതിനകത്ത് ഒരു 3 സ്പൂൺ മുളക് പൊടി, ഒരു 1/2 സ്പൂണ് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. അതും കൂടെ നമുക്ക് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. വേണമെങ്കിൽ ഇത് മിക്സിയിലൊന്ന് അരച്ച് കഴിഞ്ഞാൽ, വെള്ളം ഒഴിക്കാത്തൊന്ന് അരച്ച് കഴിഞ്ഞാൽ നല്ല കൂറാന്നിരിക്കും, നല്ല മീൻകറി. ഇത് വേറൊരു തരത്തിലാണ് വെക്കുന്നത്. അപ്പം നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാതെ തീ കുറച്ചിട്ട് നന്നായിട്ടുണ്ടാക്കാം. അപ്പം നന്നായിട്ട് അതൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് അതിനകത്തോട്ട് കുറച്ച് വെള്ളം ഒഴിക്കാം. വളരെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അപ്പോൾ പേസ്റ്റ് പോലെ കാക്കിയെടുക്കണം. അപ്പം അതിനകത്ത് നന്നായിട്ട് എണ്ണ തെളിഞ്ഞ് വരണം, അതേപോലൊക്കെ നമുക്ക് അരിയെടുക്കണം. അപ്പം നന്നായിട്ട് കുറുകി എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനി കുറച്ചും കൂടി ഒന്ന് വെള്ളം ഒന്ന് ഒഴിച്ച് ഒന്നും കൂടി ഒന്ന് ഇതാക്കിയെടുക്കണം. അപ്പം കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഒന്നും കൂടി നല്ല പേസ്റ്റ് പോലെ കാക്കിയെടുക്കണം. അപ്പം നന്നായിട്ട് ആ ഒരു മസാല വേവുകയും ചെയ്യും, നല്ലൊരു തിക്നെസ് ഉണ്ടാകും നമ്മുടെ കറിക്ക്. അപ്പോൾ അത് പിന്നെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് എത്രത്തോളമാണ് വെള്ളം വേണ്ടതെന്ന് വെച്ചാൽ അത്രയും വെള്ളം നമുക്ക് ഒന്ന് ഒഴിച്ച് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് അതിനാവശ്യത്തിനുള്ള കുടംപുളി, ഇവിടെ കുടംപുളി ചിലവരൊക്കെ പിഴുപുളി ഉപയോഗിക്കും, വേണമെങ്കിൽ പച്ചമാങ്ങ ഇടാം. പിന്നെ നമുക്ക് ഇത് ചൂരയാണ്. അപ്പോൾ അതിൻ്റെ തല ആദ്യം 2 തലയുണ്ടായിരുന്നു, ആ തല ആദ്യം അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഇത് ഇച്ചിരി വലുതായിട്ടാണ് കഷ്ണം എടുത്തിരിക്കുന്നത്, അതും അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഈ കറിക്ക് നല്ലൊരു ടേസ്റ്റാണ്. ഇപ്പം ചൂടൊക്കെ ആയതുകൊണ്ട് അല്ലെങ്കിലും മല്ലിപ്പൊടി ഏറെ ഇട്ട് കഴിഞ്ഞാൽ കറി പെട്ടെന്ന് വളിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം നമുക്ക് കുറച്ച് നേരം അടച്ച് വെക്കാം, തീ കുറച്ചിട്ട്. അപ്പോൾ ഇത് പറ്റി വരാറായി. അപ്പം നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ചെയ്തിട്ടില്ലാത്തതും ചെയ്ത് നോക്കണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.